ഇപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് ലൈവിൽ വന്നതായിരുന്നു. തലേ തട്ടം ഇടാതെയാണ് യൂട്യൂബിൻ്റെ അകത്ത് ലൈവിൽ വന്നത്. അപ്പോൾ ഒരാളൊരു കമൻറ്റ് തലേ തട്ടിട്ടൂടേന്ന് ചോദിച്ച്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് തലേ തട്ടിട്ട് അങ്ങ് മക്കനിട്ടങ്ങ് കാണിച്ചു കൊടുത്തേക്കാന്ന്. അപ്പോൾ ഇട്ട സമയത്ത് എനിക്ക് രസമായിട്ടൊക്കെ തോന്നിയിട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ലൈവ് പറഞ്ഞിട്ടുണ്ട്. ലൈവ് എത്ര പേര് കാണുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാലോ. ഈ വീഡിയോ ആവുമ്പം അവിടെ കിടക്കുകയല്ലോ, എടുത്ത് നോക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തട്ടത്തിനെ കുറിച്ച് എന്നെ അങ്ങനെ വെച്ച് വിമർശിക്കുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഷാളൊക്കെ കുത്തി നമ്മുടെ തട്ടുണ്ടല്ലോ ഇങ്ങനെ ഇട്ട് റെഡിക്കുള്ള തട്ടങ്ങനെ കുത്തി പിന്നെ ഇങ്ങനെ മക്കനെ പോലെ കുത്തിയിട്ടൊക്കെ നടക്കാനായിരുന്നു എനിക്കിഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചാൽ കണ്ണ് മാത്രം കാണിച്ചിട്ട് ഹിജാബ് ഇടൂലേ, ഹിജാബ് ഇടണമെന്നുള്ളതായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ എൻ്റെ മൂത്ത സഹോദരീനെ കല്യാണം കഴിച്ചപ്പോൾ ഇവള് മക്കനെ കുത്തിയിട്ടേ എല്ലായിടത്തും പോകും. മക്കനെ കുത്തി ഒരു ഷാളൊക്കെ ഇട്ട് അങ്ങനെയാ പോവുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അതുപോലെ നടക്കണം എന്നുള്ളത്. അതേപോലെ മാമൻ്റെ ഭാര്യ അങ്ങനെയായിരുന്നു നടക്കാറ്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും ഹിജാബ് ഇട്ടിട്ട് കണ്ണ് മാത്രം കാണിച്ചിട്ട് നടക്കുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിലൊക്കെ ആയിരുന്നു ഞാൻ നടക്കാറ്. പക്ഷേ കല്യാണം കഴിഞ്ഞ സമയത്ത് കല്യാണം കഴിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ദീനിയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കക്ക് അവിടെ നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ തട്ടം ഇട്ടില്ല എന്നുള്ളൊരു മട്ടാണ്. ഷാളിങ്ങനെ കാലത്ത് കൂടി ഉണ്ടാവുക കഴിഞ്ഞാൽ തലയിൽ കൂടി അങ്ങനെ ഇടലൊന്നുമില്ല ഇനി. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഈ തട്ടം കുത്തിയിട്ട് പോകുക എന്നൊക്കെ പറയുമ്പം വേണ്ട, അങ്ങനെ പോരണ്ട, എൻ്റെ വയ്യേക്ക് പോരണ്ടെന്നറിയും. ഒന്നാമത്തെ കാര്യമോ നമുക്ക് നിർബന്ധിച്ചിട്ട് പോകാനെന്നറിയാൻ ഇത് കുത്താനുള്ളൊരു മെത്തേഡ് ഉണ്ടല്ലോ, അതെനിക്ക് അറിഞ്ഞൂടാ. ഇതങ്ങനെ ഇങ്ങനെയൊന്നല്ല, ഇതിങ്ങനെയൊന്നല്ല സംഭവം. ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കൂ എല്ലാം കൂടി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് കുത്താനും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു കാക്ക കുത്തി നോക്കട്ടെ എന്ന് എൻ്റെ കൂടെ പോരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതോ അവിടെ കിടക്കണം, പോരണ്ടെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ആ ഒരു മോഹം അവിടെ തീർന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുത്തിയിട്ടില്ല. കുത്തിക്കോ എന്ന് ചോദിച്ചാൽ എൻ്റെ ലൈഫിലൊരു 5, 6 വേണ്ട 10 പ്രാവശ്യം കുത്തിയിരിക്കും. അതിലേക്ക് അപ്പുറം കുത്തിയിട്ടില്ല. എൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് എങ്ങനെ നടക്കണം എന്നറിയോ, ഹിജാബ് ഇട്ടിട്ട് കണ്ണ് മാത്രം കാണിച്ചിട്ട് നടക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു മക്കളെ ഞാൻ. അറിയോ നിങ്ങൾക്ക്? കണ്ണ് മാത്രം കാണിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കണ്ണിലൊക്കെ നല്ല ഐഷാഡോ ഒക്കെ ഇട്ട് നല്ല കണ്ണ് നല്ല അടിപൊളിയിലാക്കി ലെൻസൊക്കെ വെച്ച് എന്നിട്ട് ഒരു നോട്ട കണ്ണുമേൽക്ക് മാത്രമായി നടക്കണം. എന്നിട്ട് അത്രമേൽ കണ്ണിനെ ആകർഷിപ്പിക്കണം. അത്രയ്ക്ക് ആ ഒരു കണ്ണ് മാത്രമേ വെളിച്ചത്ത് വരാവുള്ളൂ എന്ന രീതിയിൽ ആഗ്രഹിച്ച് ഹിജാബൊക്കെ ഇട്ട് നടക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് ഗൈസ് ഞാൻ പറഞ്ഞല്ലേ. സഹോദരിമാരുടേതൊക്കെ കണ്ട് കുടുംബത്തിലൊക്കെ എല്ലാവരും അങ്ങനെ കുത്തുന്നൊക്കെ കണ്ടപ്പോൾ ഞാനും വിവാഹശേഷം ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ നിന്നത്. പക്ഷേ വിവാഹം കഴിച്ചുകൊണ്ടൊരു നാള് മക്കനെ കുത്തി കണ്ടപ്പം മാണ്ടാന്ന് പറഞ്ഞ് അയച്ചാളെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തട്ടയച്ചു. ഇങ്ങനെ കുത്തൂലായിരുന്നു, സദാ പോലെ ഇട്ടായിരുന്നു. അങ്ങനെയാണ് ഗൈസ് എൻ്റെ ഒരു അറിവിൽ തലേ തട്ടിടണം. അല്ലാത്ത പക്ഷം ഞാനൊരു ധാവണി ഉടുത്തിട്ട് ഒരു കല്യാണത്തിന് പോവാം. ധാവണി ഉടുത്തിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ഒരു റൗണ്ടൊക്കെ
ചുറ്റി എനിക്കിങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ പൊക്കിയിട്ടൊക്കെ ആണല്ലോ കുത്തുക. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു ഭാഷയിൽ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഞാനൊരു ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ ഇട്ട് പോയി. അപ്പോൾ പോയി കല്യാണ വീട്ടിലെത്തി. കല്യാണ പെണ്ണിൻ്റെ അമ്മ കല്യാണ ചെക്കൻ്റെ അമ്മ, എന്തുവാ സലീമേ എന്താടാട്ട്, ആ ഷാളങ്ങ് മാറ്റാൻ പറയാന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു നോട്ടം നോക്കി, മാറ്റുമോ, ചീത്ത അറിയോ? അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഷാളങ്ങ് മാറ്റിക്കാൾ, ഷാളിടാണ്ട് നടന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തലയിൽ തട്ടം ഇടാതെ ഒരു ഫങ്ഷന് പോയി. അതാണ് ആദ്യമായിട്ട്. അപ്പം അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ പാടിക്ക് ഇത്രമേൽ ദീനിയായിട്ട് ഫുൾ കൈ ഇട്ടിട്ട് ഒക്കെ മുക്കാക്കൈ അല്ലാതെ ഒരു ചുരിദാർ എനിക്കില്ലായിരുന്നു. ഫുൾ കൈ മുക്കാക്കൈ, അതൊക്കെ അപ്പുറം എനിക്കൊരു ചുരിദാറേ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഹാഫ് കൈ തീരും സമ്മതിക്കൂലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഇത് അങ്ങനെ കഴിയാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. ദീനപരമായിട്ട് ആഗ്രഹിച്ച് ദീനിലൂടെ മുമ്പോട്ട് പോയി. ഒരു റക്അത്ത് നിസ്കാരം പോലും ഒഴിവാക്കാതെ ആ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നടത്തി ആ ഒരു ലെവലിലേക്ക് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നുള്ള കാര്യം നിങ്ങളോട് പറയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊന്നല്ല വന്നത്. ഞാനൊരു സഖാവിൻ്റെ ഭാര്യയാണ്. ആ സഖാവിന് തട്ടമിട്ടാൽ ഇട്ടു, ഇട്ടില്ല, നിർബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ അത് ശീലിച്ചു പോയി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയായത്. അപ്പോൾ എല്ലാവരും ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ തട്ടമിട്ടു. എനിക്കിങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതും ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് പങ്കുവെക്കാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ തട്ടത്തിൻ മറയത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്തോ അറിഞ്ഞൂടിടാൻ, അതാണ്. ഓക്കെ, ടാറ്റാ. ഓക്കെ, ടാറ്റാ.